മോർണിംഗ് എവരിബഡി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ബിസിനസിനെ കുറിച്ചാണ്. ബിസിനസിനെ കുറിച്ച് പറഞ്ഞു. ബിസിനസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ 8 പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന സമയത്ത് റഫായിട്ട് ഹെഡ്ലൈൻസ് ഒന്ന് എഴുതി ഇട്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ മനസ്സിലാകാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴും ബിസിനസ്സും ബിസിനസിന്റെ ഫീച്ചേഴ്സും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത്. അതിനു മുമ്പ് എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞു, നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ പഠിക്കാതെ ഇരുന്ന് കളയരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം, പഠിച്ചോളണം. ഓരോന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ചു പോവാണ്. ഇപ്പൊ ഇവിടെ ബിസിനസ് അന്ന് ഞാൻ പറഞ്ഞതാണ്, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, ധനപരമായ അതായത് സാമ്പത്തിക പ്രവൃത്തി എന്ന് പറയുന്നത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്, ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ബിസിനസ്, പിന്നെ പ്രൊഫഷൻ, അത് കഴിഞ്ഞ് എംപ്ലോയ്മെന്റ്. അതിൽ ബിസിനസ് നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ബിസിനസ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ വിദഗ്ധമായ തൊഴിൽ എന്നാണ് അർത്ഥം. വൈദഗ്ധ്യ തൊഴിൽ എന്നാണ് അർത്ഥം. പ്രൊഫഷൻ എന്ന് പറയുമ്പോഴേ ആ പ്രൊഫഷനിൽ ഏർപ്പെടുന്ന ആളിന് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് പ്രൊഫഷണൽ എന്നാണ്. പ്രൊഫഷണൽ. ഇപ്പോഴ് ഡോക്ടേഴ്സ് ആർ എൻഗേജ്ഡ് ഇൻ മെഡിക്കൽ പ്രൊഫഷൻ, ടീച്ചേഴ്സ് ആർ എൻഗേജ്ഡ് ഇൻ ടീച്ചിങ് പ്രൊഫഷൻ, lawyers are engaged in legal profession, chartered accountants are engaged in accounting profession, and so on. അല്ലേ? ഡോക്ടർമാരുടെ പ്രൊഫഷൻ അറിയാം, മെഡിക്കൽ പ്രൊഫഷനാണ്. വക്കീലന്മാരുടെ, അഡ്വക്കേറ്റ്സിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ലീഗൽ പ്രൊഫഷനാണ്. അതേപോലെ പലരും പ്രൊഫഷണൽ ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചിങ് പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ആര്? ടീച്ചർ എന്ന് പറയുന്നത്. ഈ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വാട്ട് ഈസ് പ്രൊഫഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, പ്രൊഫഷൻ ഈസ് എൻ ഓക്യുപ്പേഷൻ വിച്ച് റിക്വയർസ് സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ. ദി പേഴ്സൺ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ പ്രൊഫഷൻ ഈസ് കാൾഡ് പ്രൊഫഷണൽ. ഹി റിക്വയർസ് സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ. പ്രത്യേക അറിവും അതുപോലെ കഴിവും, അറിവ് മാത്രം പോരാ, കഴിവും വേണ്ട ഒരു ജോലിയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. Profession is an occupation which requires a special knowledge and skill. എന്നിട്ട് നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഡോക്ടേഴ്സ്. അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞത് ഡോക്ടേഴ്സ് ആർ എൻഗേജ്ഡ് ഇൻ മെഡിക്കൽ പ്രൊഫഷൻ, ടീച്ചേഴ്സ് ആർ എൻഗേജ്ഡ് ഇൻ ടീച്ചിങ് പ്രൊഫഷൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ആർ എൻഗേജ്ഡ് ഇൻ അക്കൗണ്ടിങ് പ്രൊഫഷൻ ആൻഡ് സോ ഓൺ. ഇങ്ങനെ പലരും പല പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നീട് ഞാൻ പറയും അതിന്റെ, നമ്മളിപ്പോ വിശദമായിട്ട് പഠിച്ചത് ബിസിനസ് ആണ്. ബിസിനസിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. അതേസമയം പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ പ്രൊഫഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പ്രൊഫഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് ഫീച്ചേഴ്സ് കൂടി നമുക്ക് പറയാം. അത് ഫീച്ചേഴ്സ് എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇനി അടുത്തത് എംപ്ലോയ്മെന്റ് ആണ്. എംപ്ലോയ്മെന്റ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ 3ാമതായിട്ട് വരുന്നത് എംപ്ലോയ്മെന്റ് ആണ്. എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ തൊഴിൽ എന്ന് പറയാം. മറ്റത് വിദഗ്ധമായ തൊഴിലാണ് പ്രൊഫഷൻ. ഇത് സാധാരണ ഒരു തൊഴിൽ, അതാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റില് 2 പാർട്ടീസ് ഉണ്ട്. ദി പേഴ്സൺ ഹു ഗീവ്സ് എംപ്ലോയ്മെന്റ് ഈസ് കാൾഡ് എംപ്ലോയർ, ആൻഡ് ദി പേഴ്സൺ ഹു വർക്ക്സ് ഫോർ അനദർ ഈസ് കാൾഡ് എംപ്ലോയി. ആരാണോ തൊഴില് കൊടുക്കുന്നത് അയാളെ നമുക്ക് എംപ്ലോയർ എന്ന് പറയാം. ആരാണോ തൊഴില് ചെയ്യുന്നത്, തൊഴിൽ കിട്ടിയ ആള്, അയാളാണ് ആര്? തൊഴിലാളി, എംപ്ലോയി എന്ന് പറയുന്നത്. തൊഴിൽ ദാതാവ്, എംപ്ലോയർ എന്ന് പറയും തൊഴിൽ ദാതാവ്. തൊഴിൽ കൊടുക്കുന്ന ആളാണ് ആര്? എംപ്ലോയർ എന്ന് പറയുന്നത്. എംപ്ലോയി തൊഴിലാളിയാണ്, ജോലി ചെയ്യുന്ന ആളിനെ എംപ്ലോയി. നിങ്ങളിപ്പോഴേ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് വിചാരിച്ചു. ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു എംപ്ലോയർ കാണും. നിങ്ങളിപ്പോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നു. ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുമ്പോൾ ആ തൊഴിൽ തന്ന വ്യക്തിയാണ്. നിങ്ങൾ ആരാണ്? എംപ്ലോയി ആണ്. നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന വ്യക്തി. യു വിൽ ഗെറ്റ് എ വേജസ് ഓർ സാലറി ഫ്രം ദി എംപ്ലോയർ ഫോർ യുവർ സർവീസ്. നിങ്ങളുടെ സർവീസിന്
നിങ്ങൾക്ക് എന്ത് കിട്ടും? വേജസ് അല്ലെങ്കിൽ സാലറി ലഭിക്കും. ഒന്നുകിൽ കൂലി ലഭിക്കും, അല്ലെങ്കിൽ എന്ത് ലഭിക്കും? സാലറി ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജോലിയാണ് ഏതെന്ന് പറയുന്നത് ഇവിടെ എംപ്ലോയ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. ഇൻ എംപ്ലോയ്മെന്റ് one person that is employee, one person works for another person means employer. മനസ്സിലായല്ലോ? അയാൾക്ക് എന്ത് കിട്ടുന്നു? എംപ്ലോയി ഗെറ്റ്സ് വേജസ് ഓർ സാലറി. ഒന്നുകിൽ വേജസ് ആയിരിക്കും ലഭിക്കുന്നത്, കൂലി ആയിരിക്കും ലഭിക്കുന്നത്, അല്ലെങ്കിൽ ശമ്പളമായിരിക്കും ലഭിക്കുന്നത്. ഇതാണ് എംപ്ലോയ്മെന്റ്. അപ്പോൾ ബിസിനസ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പ്രൊഫഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇവിടെ എംപ്ലോയ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതായത് ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് ഇത് തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് പറയാൻ പോകുന്നത്. ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. ഇപ്പോൾ ബിസിനസ്സും എംപ്ലോയ്മെന്റും പ്രൊഫഷനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തില് ആദ്യം നമുക്ക് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയാം. മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, അതായത് മോഡ് എന്ന് പറയുമ്പോൾ മെത്തേഡ് എന്നാണ്. മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് അതായത് അത് സ്ഥാപിച്ചിരിക്കുന്നതിന്റെ, അത് സ്ഥിരമാക്കിയിരിക്കുന്നതിന്റെ ഒരു കാര്യം, അത് സ്ഥാപിച്ചിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ സ്ഥിരമാക്കിയിരിക്കുന്നതിന്റെ, എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപിക്കുന്നതിന്റെ രീതി എങ്ങനെ, അത് സ്ഥിരമാകുന്ന ഒരു രീതി, ആ സ്ഥിരമായ ഒരു പ്രവൃത്തി എങ്ങനെ ആയിത്തീരുന്നു, ആ രീതിയാണ് പറയുന്നത് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. അതായത് ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്താണ്? ഓൺ ദി ബേസിസ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ഡിസിഷൻ എന്ന് നമുക്ക് പറയാം. ബിസിനസ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് സ്ഥാപിക്കപ്പെടുന്നത്? ഓൺ ദി ബേസിസ് അടിസ്ഥാനത്തിൽ, ഓൺ ദി ബേസിസ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ഡിസിഷൻ. ഇവിടെ നിങ്ങൾ ഓണ്ടർപ്രണർ എന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാല് അർത്ഥം സംരംഭകൻ എന്നാണ്. ഓണ്ടർപ്രണർ, സംരംഭകൻ. അതായത് സംരംഭകൻ എന്ന് പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്? ബിസിനസ്മാനെയാണ് ഇവിടെ ആരെന്ന് ഉദ്ദേശിക്കുന്നത്? ഓണ്ടർപ്രണർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപിക്കപ്പെടുന്ന രീതി എന്ന് പറയുന്നത് എന്താണ്? ഓൺ ദി ബേസിസ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ഡിസിഷൻ, ഓണ്ടർപ്രണറുടെ ഡിസിഷൻ. ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? എന്റർപ്രണർ എന്നല്ല, ഓണ്ടർപ്രണർ എന്നാണ്. പലരും തെറ്റായിട്ട് ഇത് ഉച്ചരിക്കാറുണ്ട്. ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്റർപ്രണർ എന്നല്ല ഇത് ഉച്ചരിക്കേണ്ടത്, ഓണ്ടർപ്രണർ എന്നാണ്. ഓയുമല്ല, ആയുമല്ല, എയുമല്ല, ഓണ്ടർപ്രണർ എന്ന് വേണം ഉച്ചരിക്കാൻ. അപ്പോഴേ ഓൺ ദി ബേസ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ഡിസിഷൻ. ഇപ്പൊ ഒരാൾ വിചാരിക്കുന്നു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങണം, ആഗസ്റ്റ് 15-ാം തീയതി തുടങ്ങണം. അപ്പോൾ അയാളുടെ തീരുമാനപ്രകാരം അത് സ്ഥാപിക്കപ്പെടുന്നു, സ്ഥിരമാക്കപ്പെടുന്നു. അതാണ് അവിടെ പറയുന്നത്. ഇനി പ്രൊഫഷന്റെ മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെ? ഓൺ ദി ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് ഇൻ എ പ്രൊഫഷണൽ ബോഡി എന്ന് പറയാം. ഓൺ ദി ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് ഇൻ എ പ്രൊഫഷണൽ ബോഡി. ഇപ്പൊ പ്രൊഫഷണൽ ഏർപ്പെടുന്ന ആളിന് മെമ്പർഷിപ്പ് ലഭിക്കും. പ്രൊഫഷണൽ ബോഡി ഉണ്ട്, അവർക്കൊരു സംഘടനയുണ്ട്. പ്രൊഫഷണൽസിന് ഒരു ബോഡിയുണ്ട്, ഒരു സംഘടനയുണ്ട്. ആ സംഘടനയില് ഇപ്പൊ IMA, ഡോക്ടേഴ്സിന്റെ ഒരു അസോസിയേഷൻ ആയിട്ട് നമുക്ക് പറയാം, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അതേപോലെ അഡ്വക്കേറ്റ്സ്, വക്കീലന്മാരുടെ ഒരു അസോസിയേഷനാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയും. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോഴേ ഇങ്ങനെയുള്ള അസോസിയേഷന്റെ ആ ബോഡിയില് മെമ്പർഷിപ്പ് ലഭിക്കുമ്പോഴാണ്, മെമ്പർഷിപ്പ് ലഭിച്ചതിന് ശേഷം, അതായത് അംഗത്വം ലഭിച്ചതിന് ശേഷമാണ് പ്രൊഫഷൻ സ്ഥാപിക്കപ്പെടുന്നത്. പ്രൊഫഷനിൽ നമുക്ക് സ്ഥിരമായ ഒരു പ്രവർത്തനമാക്കി തീർക്കാൻ കഴിയുന്നത്. ആരാണ് പ്രൊഫഷണൽ? അയാൾക്ക് സ്ഥിരമായ ഒരു പ്രവർത്തനമാക്കാൻ കഴിയുന്നത് മെമ്പർഷിപ്പ് പ്രൊഫഷണൽ ബോഡി കിട്ടിയതിനു ശേഷം. ഇനി എംപ്ലോയ്മെന്റിന്റെ കാര്യം നോക്കാം. നമുക്കിപ്പോഴ്
ഒരു സ്ഥാപനത്തില് നമ്മള് അപേക്ഷയൊക്കെ അയച്ചിരുന്നു, ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. നമ്മൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളും അപേക്ഷ അയച്ചിരുന്നു. നമുക്ക് നിയമന കത്ത് എന്ന് പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ലഭിക്കും. ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ജോലി ഉറപ്പാക്കിക്കൊണ്ട് ഒരു ലെറ്റർ നമുക്ക് ലഭിക്കും. അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്നാണ് പറഞ്ഞത്, നിയമന കത്ത്. അതില് എന്താണ് ഡേറ്റ് ഓഫ് റിപ്പോർട്ട്മെന്റ്, പീരീഡ് ഓഫ് റിപ്പോർട്ട്, ഇതൊക്കെ പറഞ്ഞിരിക്കും. എന്ന് റിപ്പോർട്ട് ചെയ്യണം, നമ്മൾ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം, ഇത്ര നാൾക്കകം. ഇപ്പൊ ആ ലെറ്റർ കിട്ടി ചിലപ്പോൾ 15 ദിവസത്തിനകം അല്ലെങ്കിൽ 7 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കും. അതാണ് പീരീഡ് ഓഫ് റിപ്പോർട്ട്മെന്റ്. അങ്ങനെയുള്ള പീരീഡ് ഓഫ് റിപ്പോർട്ട്മെന്റ് ഒക്കെ അതിൽ പറഞ്ഞിരിക്കും. അപ്പോഴ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുമ്പോൾ ഏതാണ്ട് നമുക്ക് തൊഴിൽ ഉറപ്പായി. അപ്പോഴ് അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ട് നമ്മൾ സ്ഥാപനത്തിൽ ചെല്ലുന്നു. ഏതോ ഒരു തെങ്കാശിപ്പട്ടണം എന്ന് പറയുന്ന ഒരു പഴയ സിനിമയില് ദിലീപ് ഉണ്ടല്ലേ, അവിടെ KD & കമ്പനി എന്ന് പറയുന്ന കമ്പനി, സുരേഷ് ഗോപിയും ലാലും ഒക്കെ നടത്തുന്ന ഒരു കമ്പനി. അവിടെ ദിലീപിന് ജോലി കിട്ടുന്നു. അപ്പോഴേ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ സുരേഷ് ഗോപിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. കൊടുത്തിട്ട് ഭവ്യതയോടെ ദിലീപ് അവിടെ നിൽക്കുന്നു. അതാണ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്ന് പറയുന്നത്. സുരേഷ് ഗോപി വായിച്ചു നോക്കുന്നു, അതൊക്കെ അത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ആ അപ്പോയിന്റ്മെന്റ് ലെറ്ററും അതുപോലെ സർവീസ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോഴേ എന്താണ്, സേവന കരാർ എന്നാണ്. സേവന കരാർ എന്താണ്? ഈ സേവന കരാർ എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാല് അവിടെ നമ്മുടെ എംപ്ലോയർ, അതായത് നമുക്ക് തൊഴിൽ തന്ന വ്യക്തി, ആ എംപ്ലോയർ നമ്മളെ കൊണ്ട് ഒരു എഗ്രിമെന്റ്, ഒരു കരാർ എഴുതി ഉണ്ടാക്കും. അതായത് ബോണ്ട് എഴുതി കൊടുക്കൽ എന്നൊക്കെ പറയും. സാധാരണ ഇതിൽ ബോണ്ട് എഴുതി കൊടുക്കൽ എന്നൊക്കെ പറയും. ബോണ്ട് എന്ന വാക്കിന്റെ അർത്ഥം ബാധ്യത എന്നാണ്. ഒരു ബോണ്ട് നമ്മൾ എഴുതി കൊടുക്കണം. ഇത്ര കാലം നമ്മൾ അവിടെ ജോലി ചെയ്തോളാം, ഇത്ര രൂപ ശമ്പളത്തിൽ നമ്മൾ ജോലി ചെയ്തോളാം, അതിനു മുമ്പ് നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകുന്നതല്ല, വേറൊരു ജോലി കിട്ടിയാൽ അത്രയും കാലം ഇത്ര കാലം ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് വെച്ച് നമുക്ക് ചിലപ്പോൾ മെച്ചപ്പെട്ട ജോലി കിട്ടാൻ നമ്മൾ പോകില്ലേ. അങ്ങനെ പോവാതെയൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ബോണ്ട് എഴുതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞത്. അതായത് സർവീസ് എഗ്രിമെന്റ്. അപ്പോൾ യഥാർത്ഥത്തില് അവിടെ നമുക്ക് തൊഴിൽ കിട്ടിയത് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടത്, തൊഴിൽ നമ്മൾ സ്ഥിരമാക്കപ്പെട്ടത് എങ്ങനെയാണ്? അപ്പോയിന്റ്മെന്റ് ലെറ്ററിലൂടെയും ഈ എഗ്രിമെന്റിലൂടെയും. ഏതാണ്? സർവീസ് എഗ്രിമെന്റിലൂടെയും. അപ്പോഴ് ഒന്നാമത്തെ ഡിഫറൻസ് കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ വ്യത്യാസത്തിലേക്ക് നമുക്ക് പോവാം. എന്താണ്? നേച്ചർ ഓഫ് എ വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേച്ചർ ഓഫ് എ വർക്ക്. നേച്ചർ ഓഫ് എ വർക്ക് എന്ന് പറയുമ്പോൾ നേച്ചർ സ്വഭാവം, വർക്ക് ജോലി, ജോലിയുടെ സ്വഭാവം. ഇപ്പൊ ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആള് ഒരു ജോലിയിൽ ഏർപ്പെടുന്നു, അപ്പോഴാ ജോലിയുടെ സ്വഭാവം എന്താണ്. അതേപോലെ പ്രൊഫഷനിൽ ഏർപ്പെടുന്ന ആള് ഒരു ജോലിയിലാണ് ഏർപ്പെടുന്നത്, അല്ലേ? അപ്പോഴ് ഞാനിപ്പോ ഒരു ജോലിയിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതാണ് ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പില് ജോലി കിട്ടി, എംപ്ലോയ്മെന്റ്. അപ്പോഴ് നമ്മളവിടെ സെയിൽസ്മാൻ ആണ് അല്ലെങ്കിൽ സെയിൽസ് ഗേൾ ആണ്. അപ്പോഴ് നമുക്കവിടെ നമ്മളുടെ ജോലിയുടെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ്. അപ്പോഴ ജോലിയുടെ സ്വഭാവം വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പൊ ബിസിനസ്സിനെ സംബന്ധിച്ച് ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിസിനസ് എന്താണെന്ന് പറയുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. പ്രൊഡക്ഷൻ ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുക. സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സാധനങ്ങള് വിൽക്കുക. ഇപ്പൊ ഹോളോ ബ്രിക്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് തന്നെയാണ് പറഞ്ഞത്, ഹോളോ ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങി. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മള് പ്രൊഡക്ഷൻ നടത്തുകയാണ്. പ്രൊഡക്ഷൻ നടത്തിയിട്ട് നമ്മളടുത്ത് ചില കസ്റ്റമേഴ്സ് തന്നെ നേരിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് വന്ന് വാങ്ങിക്കൊണ്ട് പോയേക്കാം. അങ്ങനെ അപ്പോഴും നമ്മൾ പ്രൊഡക്ഷനും അതുപോലെ സെയിലിലും ഏർപ്പെട്ടിരിക്കുകയാണ്. ചിലര് അങ്ങനെയല്ലേ, ഇപ്പൊ നമ്മളൊരു സ്റ്റേഷനറി കട തുടങ്ങണമെന്ന് വിചാരിച്ചോ. ഒരു സ്റ്റേഷനറി കട തുടങ്ങി കഴിഞ്ഞാൽ നമ്മളവിടെ എന്താണ്, സാധനങ്ങൾ വിൽക്കുകയാണ്, വിൽക്കുന്നതിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴേ അത് രണ്ടും ബിസിനസ് തന്നെ. അപ്പോഴേ പ്രൊഡക്ഷൻ ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുകയും അല്ലെങ്കിൽ വിൽക്കുകയും ചെയ്യുന്ന ആ പ്രവൃത്തി അല്ലെങ്കിൽ പ്രക്രിയ, അതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. എന്നാൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ
ഈ പ്രൊഫഷണൽ ഏർപ്പെടുന്ന ആള് ചിലപ്പോഴ് ഇവരെല്ലാം പ്രൊഫഷണൽസ് ആണ്. ഡോക്ടർമാർ പ്രൊഫഷണൽസ് ആണ്, അതുപോലെ ടീച്ചേഴ്സിനെയും പ്രൊഫഷണൽസ് എന്ന് പറയാം. എഞ്ചിനീയർമാർ പ്രൊഫഷണൽസ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് പ്രൊഫഷണൽസ് ആണ്. അതുപോലെ അഡ്വക്കേറ്റ്സ്, ലോയേഴ്സ്, അതായത് വക്കീലന്മാരെ പ്രൊഫഷണൽസ് ആണ്. ഇവരുടെ ജോലിയുടെ സ്വഭാവം എന്താണ്? റെൻഡറിംഗ് എക്സ്പെർട്ട് അഡ്വൈസ്. റെൻഡറിംഗ് എക്സ്പെർട്ട് അഡ്വൈസ്. റെൻഡറിംഗ് എക്സ്പെർട്ട് അഡ്വൈസ് എന്ന് പറയുമ്പോൾ വിദഗ്ധ ഉപദേശം നൽകൽ എന്നാണ്. വിദഗ്ധ ഉപദേശം നൽകൽ. അവരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോഴും ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴും നമ്മൾ നിരപരാധിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോഴും നമ്മൾ അപരാധിയായിരിക്കാം. എന്തായാലും നമ്മൾ ഒരു അഡ്വക്കേറ്റിനെ കാണുന്നു. അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പകരം നിൽക്കുന്ന വ്യക്തി എന്നാണ് പറയുന്നത്, വാദിക്കുന്നവൻ എന്നാണ് പറയുന്നത്. അപ്പോഴ് അഡ്വക്കേറ്റ് നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടു കാണും, നമ്മുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശിവശങ്കർ അഡ്വക്കേറ്റിന്റെ അടുത്ത് ചെന്നതായിട്ട് പറയുന്നുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്റർനാഷണൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA നിങ്ങളെ പത്രത്തിലെല്ലാം വായിച്ചാണ്. NIA ചോദ്യം ചെയ്യല് കഴിഞ്ഞതിന് ശേഷം ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ വക്കീലിനെ കാണാനായിട്ട് ചെന്നു എന്ന് പറയുന്നു. പക്ഷെ വക്കീലിനെ കാണാതെ മടങ്ങി എന്നാണ്. അപ്പോഴേ ഏതെങ്കിലും കാരണവശാൽ വക്കീലിനെ നമ്മൾ എപ്പോഴും കാണുന്നത് നമ്മള് യഥാർത്ഥത്തില് ഉള്ള കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നതിന് വക്കീലിന്റെ ഉപദേശം നമുക്ക് വേണ്ടി വരുന്നില്ല. അതേസമയം വേറെ ഏതെങ്കിലും തരത്തില് സത്യസന്ധമല്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് കോടതിയിലോ ഒക്കെ പറയേണ്ടി വരുമ്പോൾ വക്കീല് നമ്മളെ ഉപദേശിക്കും, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വിദഗ്ധ ഉപദേശം അദ്ദേഹം നമുക്ക് നൽകും. അപ്പോഴങ്ങനെ വിദഗ്ധ ഉപദേശം കിട്ടുന്നതിനാണ് നമ്മൾ വക്കീലന്മാരുടെ അടുത്ത് ചെല്ലുന്നത്. അവരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? റെൻഡറിംഗ് എക്സ്പെർട്ട് അഡ്വൈസ്. ഡോക്ടറും അതുപോലെ തന്നെ ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും അസുഖം തോന്നുന്നു, ഈ 2 ദിവസത്തിന് മുമ്പ് ചുമയുണ്ടായിരുന്നു, അതിനുശേഷം നമുക്കൊരു ശ്വാസം മുട്ട് പോലെ തോന്നുന്നു. അപ്പോഴും നമുക്കൊരു സംശയം, ഇപ്പോഴത്തെ അസുഖമാണോ എന്ന് നമുക്കൊരു സംശയം തോന്നുന്നു. നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുകയാണ്. ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഡോക്ടറോട് ഈ സിംറ്റംസ് ഒക്കെ നമ്മുടെ എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്നുള്ളത് നമ്മൾ പറയണം. പറയുമ്പോഴേ ഡോക്ടർ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ അസുഖമൊന്നും ഇല്ല, നിങ്ങൾ വിചാരിക്കുന്ന അസുഖമൊന്നും ഇല്ല, ഇത് സാധാരണ അസുഖം തന്നെയാണ്, ഇങ്ങനെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഒരു ചെക്കപ്പ് നടത്തേണ്ടിയിരിക്കുന്നു, ഇങ്ങനെ വിദഗ്ധ ഉപദേശമല്ലേ അദ്ദേഹം നൽകുന്നത്. അങ്ങനെ വിദഗ്ധ ഉപദേശമാണ് എപ്പോഴും ആര് നൽകുന്നത്? പ്രൊഫഷണൽ നൽകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? റെൻഡറിംഗ് എക്സ്പെർട്ട് അഡ്വൈസ്. വിദഗ്ധ ഉപദേശം. എക്സ്പെർട്ട്, EXPERT. എക്സ്പോർട്ട് അല്ല, എക്സ്പെർട്ട്. EXPERT. വിദഗ്ധ ഉപദേശം നൽകൽ. ഇനി എംപ്ലോയ്മെന്റിലെ ജോലിയുടെ സ്വഭാവം എന്താണെന്ന് നോക്കാം. എംപ്ലോയ്മെന്റിലെ ജോലിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താണ്? എംപ്ലോയ്മെന്റില് നമ്മുടെ ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് rendering work, doing work as per the instructions of the employer. അല്ലെങ്കിൽ doing work according to the directions mentioned in the service agreement എന്ന് പറഞ്ഞാലും ശരി തന്നെ. അതായത് സർവീസ് എഗ്രിമെന്റിൽ നമ്മളൊരു ബോണ്ട് എഴുതി കൊടുത്തിട്ടാണ്, ഒരു എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എംപ്ലോയി അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം, വർക്കിംഗ് ജോലി ചെയ്യൽ ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് എംപ്ലോയർ. വർക്കിംഗ് ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി എംപ്ലോയർ. എംപ്ലോയറുടെ നിർദ്ദേശം അനുസരിച്ച് വർക്കിംഗ് എന്ന് പറയാം. പെർഫോമിംഗ് വർക്ക് എന്ന് പറഞ്ഞാലും മതി. പെർഫോമിംഗ് വർക്ക് ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി എംപ്ലോയർ. എംപ്ലോയറുടെ നിർദ്ദേശം അനുസരിച്ച് ജോലി ചെയ്യൽ. എംപ്ലോയറുടെ നിർദ്ദേശം അനുസരിച്ച് എന്ത് ചെയ്യാൻ? ജോലി ചെയ്യാൻ. ഇതാണ് ജോലിയുടെ സ്വഭാവം. എന്താണ്? ഡൂയിങ് വർക്ക്.
പെർഫോമിംഗ് വർക്ക് ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി എംപ്ലോയർ. ഇവിടെ അതൊന്നുകൂടെ എഴുതാം. പെർഫോമിംഗ് work as per the instructions of a employer. Next we can go to the third difference, qualification. In the case of a business, there is no need for any minimum qualification. For doing business, there is no need for minimum qualification. നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നൊന്നുമില്ല. നമ്മളിപ്പോഴ് ഏത് ബിസിനസ്സും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നമുക്ക് നടത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി കട നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ ഏത് ബിസിനസ് വേണമെങ്കിലും, തിയേറ്റർ നമുക്ക് നടത്താൻ പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കടകള്, തട്ടുകടകള് നമുക്ക് നടത്താൻ പറ്റും. നിങ്ങൾ കണ്ടാണ് പലയിടത്തും തട്ടുകടകളൊക്കെ നടത്തുന്നത്. അവര് ഡിഗ്രി എടുത്തവരെ തട്ടുകട നടത്താവൂ, ബിരുദം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം എന്നങ്ങനെ ഉണ്ടാവും. അങ്ങനെയില്ല. ബിസിനസ് ചെയ്യുന്നതിന് അങ്ങനെ മിനിമം ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. നോ മിനിമം ക്വാളിഫിക്കേഷൻ. In the case of a business, there is no need for minimum qualification for doing business activity. അതാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നതിന് കുറഞ്ഞത് ഇത്ര വിദ്യാഭ്യാസ യോഗ്യത വേണം എന്നുള്ള ഒരു കാര്യമില്ല. എന്നാൽ പ്രൊഫഷണലില് നമ്മൾ ഏർപ്പെടുന്നു. ഡോക്ടർ, അല്ലെങ്കിൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ ടീച്ചർ, അല്ലെങ്കിൽ വക്കീൽ, അഡ്വക്കേറ്റ്, ഇവരൊക്കെ ജോലി ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആർ റിക്വയർഡ്. In order to doing professional activity, what is required? Professional qualification. In addition to this, a training is also essential. നമ്മളിപ്പോ പ്രൊഫഷണൽ ഏർപ്പെടുമ്പോഴേ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയാം. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഡോക്ടറുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് അറിയാം? ഡോക്ടറുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ MBBS അല്ലേ? അതുപോലെ എഞ്ചിനീയർക്ക് BTech ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ MTech ഉണ്ടായിരിക്കണം എന്നൊക്കെ ഉണ്ട്. അതുപോലെ ഒരു കമ്പനിയില് മാനേജ്മെന്റിൽ ഏർപ്പെട്ടിരിക്കുന്നു. മാനേജ്മെന്റിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവര് മാനേജറായിട്ട് അത് കാൻഡിഡേറ്റ്സിനെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBA ഹോൾഡേഴ്സ് ആയിരിക്കണം എന്നുള്ളത്. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ MBA ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആർ റിക്വയർഡ് ഇൻ ദി കേസ് ഓഫ് പ്രൊഫഷൻ. ഇവിടെ നമുക്ക് എംപ്ലോയ്മെന്റില് നോക്കാം. എംപ്ലോയ്മെന്റില് ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആർ റിക്വയർഡ് ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി എംപ്ലോയർ. എംപ്ലോയറുടെ നിർദ്ദേശമനുസരിച്ചുള്ള ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യണം. ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെന്നപ്പോഴ് അവിടെ ജോലി ജോലി കൊടുക്കുന്ന, അതായത് എംപ്ലോയർ നമ്മളോട് ചോദിക്കുന്നു, അവരുടെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ അവർ വെച്ചിട്ടുണ്ട്. +2 പാസ്സായ വ്യക്തികൾക്ക് എന്ത് കൊടുക്കുന്നുള്ളൂ? അവര് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾസ്, സെയിൽസ് പേഴ്സൺ ആക്കുന്നുള്ളൂ, സെയിൽസ്മെൻ ആക്കുന്നുള്ളൂ, സെയിൽസ് ഗേൾസ് ആക്കുന്നുള്ളൂ. എന്തുണ്ടായിരിക്കണം? മിനിമം +2 എന്ന യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ വേറെ ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്ത 2 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. എന്നാൽ ഇത് രണ്ടും നമുക്കില്ല. നമ്മൾ +2 പാസ്സായിട്ടില്ല, നമ്മൾ വേറൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്തിട്ടുമില്ല. അവിടെ നമുക്ക് അവിടെ ജോലി കിട്ടത്തില്ല. എന്നാൽ വേറൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഇതുപോലെ തുടങ്ങിയപ്പോഴ് അവിടെ നമ്മൾ സെയിൽസ് ഗേളിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സെയിൽസ്മാനെ ആവശ്യമുണ്ടെന്ന് പരസ്യങ്ങളോട് നമ്മൾ ചെല്ലുന്നു. അവര് നമ്മളോട് എന്ത് ചോദിക്കുന്നില്ല? +2 പാസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ SSLC 10ാം സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കുന്നില്ല. വേറെ എവിടെയെങ്കിലും ജോലി ചെയ്ത പരിചയമുണ്ടോ എന്നൊന്നും ചോദിക്കുന്നില്ല. അപ്പോഴ് അവിടെ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നില്ല, ട്രെയിനിങ്ങും പറയുന്നില്ല. അപ്പോഴ് അതാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയുന്നു, ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ നിർദ്ദേശിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും ആവശ്യമാണ്.
എംപ്ലോയർ നിർദ്ദേശിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങുമാണ് അവിടെ ആവശ്യം. നെക്സ്റ്റ് വി കൻ ഗോ ടു റിവാർഡ്. അടുത്തത് നമുക്ക് റിവാർഡ്. റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രതിഫലം എന്നാണ്. പ്രതിഫലം. റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലം. പ്രതിഫലം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദി റിവാർഡ് ഓഫ് ബിസിനസ്മാൻ? Businessman is performing a work. That work is called business. He is doing business for obtaining a reward. What is the reward of a businessman? നമ്മളിപ്പോ ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്യുമ്പോൾ അയാള് ബിസിനസ് എന്ന് പറയുന്നതാണ് അയാളുടെ ജോലി. അയാൾ ആ ജോലി ചെയ്യുമ്പോൾ അയാള് ഒരു പ്രതിഫലം കിട്ടുന്നതിനാണ് ആ ജോലി ചെയ്യുന്നത്, അല്ലേ? ബിസിനസ്മാൻ ഒരു പ്രതിഫലം കിട്ടുന്നതിന് ജോലി ചെയ്യുന്നു. ആ പ്രതിഫലം എന്താണ്? വാട്ട് ഈസ് ദ റിവാർഡ് ഓഫ് എ ബിസിനസ്മാൻ? ബിസിനസ്മാന്റെ റിവാർഡിനെ എന്തെന്ന് പറയും? അറിയണം. ബിസിനസ് ചെയ്യുന്ന ആളിന്റെ റിവാർഡ് എന്താണ്? പ്രതിഫലം എന്താണ്? അറിയൂടാ? എന്താണ്? അതെ, പ്രോഫിറ്റ്. പ്രോഫിറ്റ് നിങ്ങൾ പറഞ്ഞത് തന്നെ ശരി. പ്രോഫിറ്റ് ആണ് ബിസിനസ് ചെയ്യുന്ന ആളിന്റെ റിവാർഡ് എന്ന് പറയുന്നത്. റിവാർഡ് REWARD, പ്രതിഫലം. പ്രോഫിറ്റ് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? പ്രോഫിറ്റ്, ലാഭം. അതേപോലെ പ്രൊഫഷനിൽ ഏർപ്പെടുന്ന ആള്. നമ്മളിപ്പോഴേ ഒരു അഡ്വക്കേറ്റിനെ കണ്ടു, ഒരു വക്കീലിനെ കണ്ടു. നമുക്ക് അഡ്വക്കേറ്റിന്റെ സേവനം വേണ്ടിയിരിക്കുന്നു. വിദഗ്ധ സേവനം തരുന്ന ആളാണെന്ന് നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചു. റെൻഡറിംഗ് എക്സ്പെർട്ട് അഡ്വൈസ്. അപ്പോൾ ആ എക്സ്പെർട്ട് അഡ്വൈസ് തരുന്നതിന് അയാൾ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. What is the reward of an advocate? What is the reward of a professional? The reward of a professional is called എന്തെന്ന് പറയും? പ്രൊഫഷണൽ ഫീസ് എന്ന് പറയും. പ്രൊഫഷണൽ ഫീസ്. ഫീസ് എന്ന് പറഞ്ഞാലും മതി. പ്രൊഫഷണൽ ഫീസ്. പ്രൊഫഷണൽ ഫീസ്. ഫീസ് എന്ന് മാത്രം പറയാനും കുഴപ്പമില്ല. ഇത് പ്രോഫിറ്റ്. അപ്പോഴ് പ്രൊഫഷണൽ ഫീസാണ് ആരുടെ? പ്രൊഫഷണലിന്റെ റിവാർഡ്. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചായിരുന്നു. എംപ്ലോയ്മെന്റിനെ സംബന്ധിച്ച് എംപ്ലോയിക്ക് ഒരു പ്രതിഫലം ലഭിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദി റിവാർഡ് ഓഫ് എംപ്ലോയി? ദി റിവാർഡ് ഓർ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയി ഈസ് കോൾഡ് wages or salary. അതായത് സാധാരണഗതിയിൽ എംപ്ലോയ്മെന്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നത് എന്താണ്? വേജസ് അല്ലെങ്കിൽ സാലറി. ഒരു കൂലിയായിരിക്കും, വേജസ് ആയിരിക്കും ലഭിക്കുന്നത്. അല്ലെങ്കിൽ ചിലയിടത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ, എംപ്ലോയ്മെന്റ് നമ്മൾ ഏർപ്പെടുമ്പോൾ രാവിലെ നമ്മൾ 10 മണി മുതൽ ജോലി ചെയ്തു, 5 മണി വരെ ജോലി ചെയ്തു, അല്ലെങ്കിൽ 7 മണി വരെ ജോലി ചെയ്തു. അന്ന് അപ്പോഴും തന്നെ നമുക്ക് എന്ത് തരുന്നു? പ്രതിഫലം തരുന്നു, വേജസ്, കൂലി. അതല്ലെങ്കിൽ എന്ത് തരുന്നു? മാസാവസാനം നമുക്ക് സാലറി കിട്ടുന്നു. അപ്പോഴ് ഇതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഇവിടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസിന്റെ സൈസ്. വാട്ട് അബൌട്ട് ദി സൈസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ? ബിസിനസ്സിന് പല സൈസ് ഉണ്ട്, പല വലിപ്പം ഉണ്ട്, പലതരത്തിലാണ് ബിസിനസ് ഉള്ളത്. വളരെ ചെറിയ ബിസിനസ് ഉണ്ട്, വളരെ ചെറുത്. അതിനെ മൈക്രോ ബിസിനസ് എന്നാണ് പറയുന്നത്. വളരെ ചെറുതായിരിക്കും അത്, വളരെ ചെറിയ രീതിയിൽ നടത്തുന്ന ബിസിനസ് ഓർഗനൈസേഷൻ. വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. അതുപോലെ സ്മാൾ സ്കെയിൽ ബിസിനസ് ഉണ്ട്, സ്മാൾ സ്കെയിൽ ബിസിനസ്. അതുപോലെ മീഡിയം സ്കെയിൽ ബിസിനസ് ഉണ്ട്, മീഡിയം. അതുപോലെ ലാർജ് സ്കെയിൽ ബിസിനസ് ഉണ്ട്. അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായ ബിസിനസ്സുകളുണ്ട്, വളരെ ചെറുതുണ്ട്, പിന്നെ ചെറിയ ബിസിനസ്സസ് കുറച്ചുകൂടെ വലുത്, അതാണ് സ്മാൾ സ്കെയിൽ ബിസിനസ്. പിന്നെ മീഡിയം, ഇടത്തരം ബിസിനസ്സുകളുണ്ട്. പിന്നെ ലാർജ് സ്കെയിൽ ബിസിനസ് ഉണ്ട്, വളരെ വലിയ ബിസിനസ് ഉണ്ട്. ഇങ്ങനെ നാലായിട്ട് പ്രധാനം ഈ മൂന്നെണ്ണമാണ്. 4 ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം. മൈക്രോ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന് വളരെ ചെറിയ തുക ക്യാപിറ്റൽ ആയിട്ട് മതി. സ്മാൾ സ്കെയിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ
ഈ മൈക്രോ ബിസിനസിന് എന്തുമാത്രം മൂലധനം വേണോ അതിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ ക്യാപിറ്റൽ ഇതിന് വേണ്ടി വരും, സ്മാൾ സ്കെയിൽ ബിസിനസിന് വേണ്ടി വരും. മീഡിയം സ്കെയിൽ ബിസിനസ് എന്ന് പറയുമ്പോഴേ തീർച്ചയായിട്ടും ഈ സ്മാൾ സ്കെയിൽ ബിസിനസിനെക്കാളും അധികമായിട്ട് കുറച്ചുകൂടെ ക്യാപിറ്റൽ ഇതിന് വേണ്ടി വരും, മീഡിയം സ്കെയിലിന് വേണ്ടി വരും. പിന്നെ എന്താണ് ലാർജ് സ്കെയിൽ? ലാർജ് സ്കെയിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ടി വി ഉണ്ടാക്കുന്ന കമ്പനി, മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന കമ്പനി, ലാപ്പ് ഉണ്ടാക്കുന്ന കമ്പനി, കിൻഡിൽ ഉണ്ടാക്കുന്ന കമ്പനി, ഇതാണ് കിൻഡിൽ എന്ന് പറയുന്നത്. കിൻഡിൽ ഉണ്ടാക്കുന്ന കമ്പനി, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ആണ് ലാർജ് സ്കെയിൽ ബിസിനസ് വരുന്നത്. ആ ലാർജ് സ്കെയിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ് വളരെ കൂടുതൽ കോടിക്കണക്കിന് രൂപ വേണ്ടി വരും. അപ്പോഴേ ബിസിനസ് ചെയ്യുന്നതിന് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. ആ ക്യാപിറ്റൽ എങ്ങനെയാണ്? ആസ് പെർ ദി സൈസ് ഓഫ് ദ ബിസിനസ് എന്ന് നമുക്ക് പറയാം. ക്യാപിറ്റൽ ബിസിനസിന് വേണ്ടി വരുന്നത് എങ്ങനെ? ആസ് പെർ എന്തനുസരിച്ചാണ്? ആസ് പെർ ദി സൈസ് ഓഫ് ബിസിനസ് എന്റർപ്രൈസ്. സൈസ് ഓഫ് ബിസിനസ് എന്റർപ്രൈസ്. ബിസിനസ് എന്റർപ്രൈസിന്റെ സൈസ് അനുസരിച്ച്, മൈക്രോ ആണോ സ്മാൾ ആണോ മീഡിയം ആണോ, അങ്ങനെ സൈസ് അനുസരിച്ചാണ് ബിസിനസ് സ്ഥാപനത്തിന് ക്യാപിറ്റൽ വേണ്ടി വരുന്നത്. ഓക്കെ.